പകൽക്കാലം ദിവസങ്ങളിൽ കടന്നു വന്ന് കർത്താവെ നിന്നെ ആരാധിപ്പാനും ബോധപ്പെടുത്തുവാനും രാവിലെ നിന്റെ സന്നിധിയിൽ ഒരുങ്ങി കാത്തിരുന്ന് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവെ, ഈ പകൽ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ സ്റ്റഡി, സൺഡേ സ്കൂള്, ആരാധന ഒക്കെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, പരിശുദ്ധ ആത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ആമേൻ ഇന്ന് പകൽക്കാലമായിരിക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനുള്ള ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോയിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോയിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ബൈബിൾ സ്റ്റഡി ആയിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ നിയമത്തിലെ ഭാഗങ്ങളാണ് മഹേശൻ പാസ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിദാസിന്റെ ഒരു 5 ആഴ്ചത്തേക്ക് ഉണ്ടായിരിക്കത്തില്ല. ഈ 5 ആഴ്ചയിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളാണ്. പഴയ നിയമത്തിലെ ലേവ്യ യാഗങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ സബ്ജക്റ്റ് ആണ്. എന്നാൽ ഇന്ന് പകൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് എന്താണ് ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് എടുക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഈ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ലേവ്യ പുസ്തകം നമ്മൾ പലപ്പോഴും വായിച്ച് തള്ളിവിടുന്ന, അല്ലെങ്കിൽ തള്ളിവിടുക എന്ന് പറഞ്ഞാൽ വളരെ വായിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ വലിയ സുഖമൊന്നും തോന്നാത്ത, അല്ലെങ്കിൽ അതിനകത്ത് വന്ന് കിട്ടാനില്ല എന്നൊക്കെയുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കുന്നാൽ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ലേവ്യ പുസ്തകം. 66 അധ്യായങ്ങളുണ്ട്. ഈ ലേവ്യ പുസ്തകത്തിലെ ഭാഗങ്ങളെ നാം ചിന്തിക്കുമ്പോൾ ദൈവം നേരിട്ട് സംസാരിച്ച ഏറ്റവും അധികം സംസാരിക്കുന്ന ഭാഗം ലേവ്യ പുസ്തകത്തിലാണ്. ദൈവം തമ്പുരാൻ നേരിട്ട് തൻ്റെ ജനത്തോട് അധികം സംസാരിക്കുന്ന മറ്റു പുസ്തകങ്ങളെക്കാൾ അധികമായി ദൈവം നേരിട്ട് ജനത്തോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ മോശയോട് സംസാരിക്കുന്ന പ്രധാന ഭാഗങ്ങളാണ് ഈ ലേവ്യ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട ജനത്തിനു വേണ്ടിയാണ്, മറ്റാർക്കുമല്ല. വീണ്ടെടുക്കപ്പെട്ട രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന പുതിയ നിയമവിശ്വാസികൾക്കും അല്ല, പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ട് ഈ ബുക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ സംസാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. മൂന്നാമത് തന്റെ പുത്രനെ കുറിച്ച് ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പുത്രന്റെ മഹത്വം മുൻപേ കൂട്ടി വരച്ച് കാണിക്കുന്ന ഒരു പുസ്തകമാണ്. പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച്, കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് അവന്റെ പ്രവൃത്തികളെ കുറിച്ചും വരച്ചു കാട്ടുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. നാലാമത് ഈ മൂന്ന് ഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് 5 യാഗങ്ങളെ കുറിച്ചാണ് ആദ്യത്തെ 5 അധ്യായങ്ങൾ പറയുന്നത്. ഇപ്പൊ 3 കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു പുസ്തകം, നേരിട്ട് സംസാരിച്ചൊരു പുസ്തകം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, അല്ലെങ്കിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനോട് സംസാരിക്കുന്ന, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പുതിയ നിയമ വിശ്വാസികളോട് സംസാരിക്കുന്ന, വീണ്ടെടുക്കപ്പെട്ട ജനത്തോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ലേവ്യ പുസ്തകം. മാത്രമല്ല
ഈ പുസ്തകത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രന്റെ മഹത്വത്തെ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഇത് മൂന്നും നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കണം. അപ്പോൾ ഈ ലേവ്യ പുസ്തകത്തിൽ 5 യാഗങ്ങളെ കുറിച്ച് ആദ്യത്തെ 5 അധ്യായങ്ങൾ നമ്മൾ ലക്ഷ്യമായി വിവരിക്കുന്നുണ്ട്. 5 യാഗങ്ങളെ കുറിച്ച് ഈ 5 ദിവസം 5 ആഴ്ചയിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 5 യാഗങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ യാഗങ്ങൾ എവിടെയാണ് നടക്കപ്പെടുന്നത് ചോദിച്ചാൽ, കർത്താവായ ദൈവം, പിതാവായ ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിച്ച് അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് അവരെ കനാൻ ദേശത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് കർത്താവ് പറഞ്ഞു, എനിക്ക് ഈ ജനത്തോടു കൂടെ വസിക്കണം, ഇവരെ അങ്ങനെ വിടാൻ എനിക്ക് പറ്റത്തില്ല, ഇവരുടെ കൂടെ വസിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളെ മനസ്സിലാക്കി അവരോട് കൂടെ നടന്ന് അവരെ സംരക്ഷിക്കുകയും അവരുടെ പാപ പ്രവർത്തികൾക്ക് ഒന്ന് ആലോചന കൊടുത്ത് അവർ മടങ്ങി വന്ന് ദൈവത്തെ അറിയുവാനും എനിക്ക് അവരോട് കൂടെ വസിക്കണമെന്ന് പറഞ്ഞ് മോശയോട് പറഞ്ഞ് നല്ലൊരു പെട്ടകം ഉണ്ടാക്കാൻ, അങ്ങനെ ആർക്ക് ഓഫ് ദ കവനന്റിലെ സമാഗമന കൂടാരം പണിഞ്ഞ് ദൈവം പറഞ്ഞതുപോലെ തന്നെ പണിഞ്ഞ് അവരുടെ മധ്യത്തിൽ വസിക്കുന്ന ഒരു യാഗപീഠം അല്ലെങ്കിൽ സമാഗമന കൂടാരത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ സമാഗമന കൂടാരം, ആ പെട്ടകം ഇരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. അവിടേക്ക് കയറി ചെല്ലണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട്. അതിനെക്കുറിച്ച് സമാഗമന കൂടാരം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിന് മുമ്പിൽ ഒരു പ്രാകാരമുണ്ട്. ഒരു വേലി കെട്ടി അതിനെ സംരക്ഷിച്ച് കർത്താവ് പറഞ്ഞതുപോലെ അതിന് അളവൊക്കെ കൊടുത്ത് പടം ഒന്ന് കാണിക്കാൻ പറ്റും. ഒരു യാഗപീഠം അല്ലെങ്കിൽ ആ പ്രാകാരത്തിന് അടുത്ത് അല്ലെങ്കിൽ ആ കെട്ടിയടയ്ക്കപ്പെട്ട ഈ കൂടാരത്തിന്റെ ഏറ്റവും ആദ്യം പ്രാകാരത്തിൽ ഒരു യാഗപീഠം വെച്ചിട്ടുണ്ട്. ആ യാഗപീഠം മറ്റൊന്നുമല്ല, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠമാണ്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ സമാഗമന കൂടാരം. മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് ഈ ദൈവത്തിന്റെ ജന്മം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ഈ പ്രാകാരത്തിലേക്ക്, ആ പെട്ടകത്തിന് അതിന്റെ ആ വേലിക്കകത്തിരിക്കുന്നതാണ് സമാഗമന കൂടാരം. അതിനകത്ത് അതിവിശുദ്ധ സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, പ്രാകാരമുണ്ട്. ആ പ്രാകാരത്തിൽ ആദ്യം കാണുന്ന ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം ഉണ്ടായിരിക്കും. ആ യാഗപീഠം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, അത് തീ അണയാൻ പാടില്ല. അപ്പൊ അവിടെയാണ് ഈ യാഗങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 5 യാഗങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. 1 ഹോമയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 പാപയാഗം, 5 അകർത്തിയാഗം. അപ്പോൾ ഒന്ന് കാണിക്കാമോ? 5 യാഗങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. 5 യാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട യാഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1 ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകർത്തിയാഗം. ഈ യാഗങ്ങൾ ദൈവം തമ്പുരാൻ ലേവ്യ പുസ്തകത്തിൽ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ 1-ാം അധ്യായത്തിൽ ഹോമയാഗത്തെക്കുറിച്ചും 2-ാം അധ്യായത്തിൽ ഭോജനയാഗത്തെക്കുറിച്ചും 3-ാം അധ്യായത്തിൽ സമാധാനയാഗത്തെക്കുറിച്ചും 4-ാം അധ്യായത്തിൽ പാപയാഗത്തെക്കുറിച്ചും 5-ാം അധ്യായത്തിൽ അകർത്തിയാഗത്തെക്കുറിച്ചും പറയും. അപ്പൊ അതിന്റെ ഓർഡർ തന്നെ, ആ ഓർഡർ നിട്ടേക്കാമനെ, ആ ഓർഡർ തന്നെ ആദ്യം ഹോമയാഗമാണ് അല്ലേ? ഹോമയാഗം എന്ന് പറയുന്നത് ഏറ്റവും മുകളില, അതിന് താഴെ ജോയില്. അപ്പോ ഈ ഹോമയാഗം ആദ്യമാണ്, 2-ാമത് ഭോജനയാഗം, നടുക്ക് സമാധാനയാഗം, അതിന്റെ അടിയിൽ പാപയാഗം, ഏറ്റവും അവസാനം അകർത്തിയാഗം അല്ലേ? അപ്പോൾ ഈ യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉയർന്നു നിൽക്കുന്നത്, മുകളിൽ നിൽക്കുന്നതിന്റെ ഓർഡർ തന്നെ ഒരു പെർഫെക്ഷൻ. അതിന് മുകളിലെ ഹോമയാഗം, ഭോജനയാഗം. ഹോമയാഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ആടിനെ അറുത്ത്, കന്നുകാലിയോ ആടിനെ അറുത്ത് അതിനകത്ത് മുഴുവനായി ബേർഡ് ഓഫറിംഗ് അല്ലെങ്കിൽ മുഴുവനായി ദഹിപ്പിക്കപ്പെടുന്ന ഒരു യാഗം. അപ്പോ അത് കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ വാക്കനുസരിച്ച് മരണത്തോളം അനുസരണം കാണിച്ച് അവനെ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു യാഗമാണ് ഹോമയാഗം. അതല്ല എങ്കിൽ ദൈവം താഴോട്ടിറങ്ങി വരുവാൻ, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, മുകളിൽ നിറങ്ങി വരുമ്പോൾ ആദ്യമേ പിതാവ് അവനോട് പറഞ്ഞു, നീ പൂർണ്ണമായി സമർപ്പിക്കേണ്ടവനാണ്, എന്റെ വാക്കനുസരിച്ചുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ ഒരു യാഗത്തിലൂടെ നിനക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ വളരെയധികം ഭാരപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, പിതാവെ നിനക്ക് കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം എന്നൊക്കെ പറയുമ്പോഴും
അവിടെ പറഞ്ഞില്ല, നിന്റെ ഹിതം പോലെ നടക്കട്ടെ. എന്തിനെന്നറിയാമോ? എന്റെ മരണമാണെങ്കിലും അത് അനുസരണത്തോളം മരണത്തോളം ഞാൻ അനുസരിച്ച് എന്റെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവനായി താഴോട്ട് വരുന്ന ഒരു യാഗമാണ് ഹോമയാഗം. അതിന്റെ അടുത്ത് ഭോജനയാഗം എന്ന് പറയുന്നത്, ഹോമയാഗത്തിൽ കന്നുകാലികളോ ആടുകളോ അറക്കപ്പെടും. ഭോജനയാഗം എന്ന് പറയുന്നത് അതിനകത്ത് രക്തച്ചൊരിച്ചിലില്ല, നേരിയ മാവ്. ആ നേരിയ മാവ് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, അറിയാമോ എന്താണെന്ന്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂലോകത്തിലുള്ള ജീവിതം. ആ ജീവിതത്തിൽ നേരിയ മാവെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കരടുമില്ല. അവന്റെ ഈ ലോക ജീവിതത്തിൽ കരടുകൾ, മായങ്ങൾ ഉണ്ടാകാമായിരുന്നു. എന്നാൽ ഈ മായയും കരടുകളും ഒന്നുമില്ലാതെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ച ജീവിതത്തെ വരച്ചു കാണിക്കുന്ന ഭോജനയാഗം. അതിനകത്ത് രക്തച്ചൊരിച്ചിലില്ല, അതിനകത്ത് വെറും ധാന്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് അവന്റെ ജീവിതം. അപ്പൊ എവിടെ നോക്കിയാലും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോക്കിയാൽ ഒത്തിരി കരടുകൾ കാണാൻ കഴിയും, അല്ലേ? മനുഷ്യരാണ്. എന്നാൽ പാപമില്ലാത്തവൻ അവൻ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു കരടും ഒരു കറയും ഒരു മാലിന്യമേശാതെ അതൊന്ന് അരിച്ചെടുത്ത് നേരിയ മാവായിട്ട് സമർപ്പിക്കുവാൻ എന്റെ കർത്താവായ യേശുക്രിസ്തു മനസ്സായിരുന്നു. മനസ്സെന്ന് മാത്രമല്ല, അവൻ അതിനായിട്ടാണ് ഭൂമിയിൽ വന്നത്. പാപത്തിന്റെ മധ്യത്തിൽ, പാപികളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോഴും അവന്റെ ജീവിതത്തെ ശുദ്ധമാക്കിക്കൊണ്ട് പാപമേശാതെ ദൈവത്തിനായി, ദൈവത്തിന്റെ നാമത്തിന്റെ, പിതാവിന്റെ മഹത്വത്തിനായി സമർപ്പിക്കപ്പെടുന്ന ഒരു ലോക ജീവിതത്തെ കാണിക്കുന്ന ഭോജനയാഗമാണ് ആ രണ്ടാമത്തത്. അപ്പോൾ മേടിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കർത്താവായ ദൈവം തമ്പുരാൻ താഴോട്ടിറങ്ങി വരുന്ന ആദ്യത്തെ ഭാഗം ഹോമയാഗം, 2 ഭോജനയാഗം, നടുക്ക് സമാധാനയാഗം. ഇനി താഴോന്ന് മുമ്പിലോട്ട് വന്നേ, ദൈവം താഴോട്ടിറങ്ങി വരാൻ 2 പെർഫെക്റ്റ് ആയിട്ടുള്ള യാഗങ്ങൾ, ഒന്ന് ഹോമയാഗവും ഭോജനയാഗവും. അതിനെക്കുറിച്ച് മനസ്സിലായല്ലോ. ഇനി താഴേന്ന് വരുമ്പോൾ മനുഷ്യൻ എങ്ങനെ മേലോട്ട് കയറുന്നത്? മനുഷ്യൻ ആദ്യം കയറേണ്ടത് നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കുന്ന അകൃത്യയാഗം. എന്റെ പിതാവിന്റെ അടുക്കലേക്ക് നിനക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് അതിനുവേണ്ടി നിങ്ങൾ യാഗങ്ങൾ സമർപ്പിക്കണം. അതിനെയാണ് അകൃത്യയാഗം എന്ന് പറയുന്നത്. ആ അകൃത്യയാഗമാണ് മനുഷ്യൻ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ആദ്യത്തെ കടമ്പ, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അകൃത്യയാഗം. ഈ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവജനം അവർ വീണ്ടും പാപത്തിലേക്ക് പോകും. കാരണം പാപത്തിന്റെ ഒരു പ്രമാണം നമ്മുടെ ഇടയിലുണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും എന്താ വരുന്നത്? ആരുമില്ല നീതിമാന്മാർ. അപ്പോൾ ഈ പാപത്തിന്റെ പ്രമാണം നമ്മുടെ അകത്തുണ്ട്. അതിന് എത്ര വിശുദ്ധനെന്ന് വീമ്പളക്കിയാലും ഈ പാപത്തിന്റെ പ്രമാണം ഇതിനകത്തുള്ളിടത്തോളം കാലം ഇതിനകത്തുനിന്ന് പാപത്തിന് പരിഹാരം നടത്തുവാൻ രണ്ടാമത് മുകളിൽ നിന്ന് കയറി വരുമ്പോൾ രക്ഷിക്കപ്പെട്ട എനിക്ക് എന്റെ കർത്താവുമായി മുന്നോട്ട് പോകണമെങ്കിൽ പാപയാഗം, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഓരോ നിമിഷവും മാനസാന്തരപ്പെടുന്ന ഒരു യാഗമാണ് പാപയാഗം എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് വരുന്നതാണ് സമാധാനയാഗം. ഈ സമാധാനയാഗമാണ് അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി തീർക്കുന്ന ഒരു യാഗമാ സമാധാനയാഗം. ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയാണ് അവിടെ കാണിക്കുന്നത്. പഞ്ചയാഗത്തെ കുറിച്ച് മനസ്സിലായല്ലോ. ഹോമയാഗവും ഭോജനയാഗവും മുകളിൽ നിന്ന് പിതാവായ ദൈവം തമ്പുരാൻ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് സമാധാനം തരുവാനായിട്ട് 2 യാഗങ്ങൾ അവന്റെ ജീവിതത്തിൽ. ഒന്ന്, അവൻ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി, പിതാവിന് വേണ്ടി സമർപ്പിച്ച് മഹത്വപ്പെടുത്തി താഴോട്ട് വന്നതിന് ശേഷം അവന്റെ ലോകത്തിലെ ജീവിതം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ്, പെർഫെക്റ്റ് ഓഫറിംഗ്. അത് രണ്ടാമത്തെ യാഗമായി ഭോജനയാഗം. അവിടെ മൂന്നാമത് വരുന്നത് സമാധാനമാണ്. ആ സമാധാനം വരണമെങ്കിൽ താഴെ ഒരുവൻ കയറി വരണം. ഞങ്ങൾ കയറി വരുമ്പോൾ ആദ്യ അകൃത്യയാഗം നടത്തി ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിച്ചു തന്ന് അത് കഴിഞ്ഞിട്ട് പാപയാഗത്തിലേക്ക് വന്ന് ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിന് ക്ഷമിച്ചിട്ട് അവയെ സമാധാനം തരുന്ന ദൈവത്തിന്റെ മുമ്പാകെ ഒരു ഉടമ്പടിയുമായി ഇരുപക്ഷത്തെ ഒന്നാക്കി തീർക്കുന്ന സമാധാന യാഗത്തിൽ നമ്മളൊരു കൂട്ടായ്മ ദൈവമായിട്ട് അവയെ നടത്തുന്ന ഒരനുഭവമാണ് സമാധാനയാഗം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രാകാരത്തിന് നടുവിൽ ഒരു യാഗപീഠം കത്തിയിരിപ്പുണ്ട്. അതിനകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യ ഹോമയാഗം നടത്തണം.
ദൈവത്തിന്റെ ജനം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആ ഹോമയാഗവും ഭോജനയാഗവും ഒക്കെ അന്ന് അവരൊരു സ്തോത്രം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ പുതിയ നിയമവിശ്വാസികളായിരുന്നു നമ്മൾ ഓരോരുത്തരും അവൻ ഇറങ്ങി വന്ന ദൈവത്തെ അവൻ തന്നെ സമ്പൂർണമായി പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ പൂർണ്ണമായി ഏൽപ്പിച്ച് കത്തിയെരിയുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം മരണത്തോളം അനുസരണം കാണിച്ച് താഴോട്ട് വന്ന ആ പിതാവ് ആ പുത്രൻ പിതാവിനെ എങ്ങനെ മഹത്വപ്പെടുത്തിയോ അതേ നിലയിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ കളയുന്ന അനുസരണത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ മഹത്വം അവന് കൊടുക്കത്തക്ക നിലയിൽ കർത്താവ് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ പിതാവായ ദൈവം മഹത്വപ്പെടും. പ്രൈസ് ദി ലോർഡ്. ലോക ജീവിതവും അവൻ താഴോട്ട് കയറി വരുമ്പോൾ അകത്യമാകെ ഏറ്റെടുത്ത് അവൻ ഈ കടന്നു വരുന്നവരെല്ലാം വരുമ്പോൾ ആടിനെ മാടിനെയൊക്കെ കൊണ്ടുവന്ന് അറുത്ത് അവരുടെ പാപത്തിന് യാഗമായി അകത്യത്തിന് യാഗമായി അമർപ്പിച്ച് അതിനുശേഷം പാപയാഗം നടത്തുന്നവരുണ്ട്, പിന്നെ സമാധാന യാഗം നടത്തുന്നവരുണ്ട്. അവൻ ഭോജനയാഗം ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോമയാഗമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ പിതാവിനെ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു പുത്രന്റെ യാഗത്തെ കുറിച്ചാണ് ഹോമയാഗത്തിൽ വ്യക്തമായി പറയുന്നത്. മരണത്തോട് ഏൽപ്പിക്കപ്പെട്ട് മരണത്താൽ അനുസരണത്താൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഹോമയാഗം കർത്താവായ യേശുക്രിസ്തു അന്ന് ആടുകളെയും കാളകളെയും വെട്ടി അറുത്ത് അതിനകത്ത് ഇട്ടെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. ഒരുവൻ നമുക്ക് വേണ്ടി ഹോമയാഗം നടത്തപ്പെട്ടു. പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു കാൽവരി ക്രൂശിൽ സ്തോത്രം എരിഞ്ഞടങ്ങുമ്പോൾ ആ ഹോമയാഗത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നിലയിൽ പുത്രൻ കാണിച്ച വലിയ പ്രവൃത്തിയെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനായി ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അത് കഴിച്ച ശേഷമാണ് സ്തോത്രം അതിനെ കുറിച്ച് ഭോജനയാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ലോകത്തിലെ ജീവിതം കാണിക്കുന്നു, സമാധാനയാഗം അവൻ സ്ഥാപിച്ച സമാധാനത്തെ കാണിക്കുന്നു, പാപയാഗം നമ്മളിലുള്ള പാപത്തെ ഏറ്റുപറയുന്നു, അഞ്ചാമത് അകത്യാഗത്തെ കുറിച്ച് പറയുന്നു. അതിന്റെ അർത്ഥം ഇനി അടുത്തത് മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ താഴത്തെ ഓടലിൽ നിന്ന് മുകളിലോട്ടാ പോകേണ്ടത്. അപ്പോൾ ഇന്ന് ആരാധനയ്ക്ക് കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും മുകളിൽ നിന്ന് താഴോട്ടല്ല, താഴെ നിന്ന് മുകളിലോട്ട് കയറണം. എന്തിനു വേണ്ടിയാ? എന്റെ ദൈവമായ ഒരു സമാധാനം സ്ഥാപിക്കുവാൻ. അതിന് അകത്യാഗം നമ്മൾ നടത്തി കഴിഞ്ഞു അല്ലേ? നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. അപ്പോൾ അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അകത്യം ചെയ്തതിനു ശേഷം അകത്യം മറയ്ക്കപ്പെട്ട് നമുക്ക് വീണ്ടെടുപ്പ് കർത്താവ് തന്ന് ദൈവമക്കളായി തീരുമ്പോൾ വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാപയാഗത്തിനൊരു പ്രാധാന്യതയുണ്ട്. ഈ യാഗം സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കൽ അകത്യാഗം നടത്തി രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരരുത്. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന നമ്മൾ അകത്യാഗത്തിൽ യാഗം നടത്തിയവരാണ് കടന്നു വരേണ്ടത്, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് കടന്നു വരേണ്ടത്. പക്ഷെ ദൈവസന്നിധിയുടെ അടുത്ത് വരുമ്പോൾ പാപയാഗത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ, ഓരോ നിമിഷവും നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, വീണ്ടെടുക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരത്തക്ക നിലയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്ന ഒരു പാപയാഗത്തിൽ രണ്ടാമതായിട്ട് കടന്നു വരണം. പിതാവ് ആഗ്രഹിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് താഴെ നിന്ന് മുകളിലോട്ടാ. എവിടെയാ ചെല്ലുന്നേ? സമാധാനം വരുത്തുന്ന ഇരുപക്ഷത്തെയും മതിലുകളെ ഇടിച്ചു കളഞ്ഞ് ഒന്നിച്ച് പിതാവും പുത്രനായ കർത്താവുമായി പിതാവുമായി ഒരു സമാധാന കരാർ, ഒരു പ്രൊപ്പിയേഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിലെ ആ സ്ഥാനത്ത് എത്തി ദൈവവുമായിട്ട് ഒരു ആരാധന, ഒരു ഫെലോഷിപ്പ് കൂടുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ ജീവിച്ച് കാണിച്ച ഒരു തരി പോലും ഇല്ലാതെ അവൻ കാണിച്ചുവെങ്കിൽ ആ ഒരു യാഗം കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ ഒരു തരി പോലും കാണാൻ പാടില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ തരികളെ കരടുകൾ കടന്നു വരാമെന്നാൽ അതൊക്കെയും മാറ്റി ഈ ലോക ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചവരായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇവിടെയാകണം. അതിന് വേണ്ടത് നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം യാഗങ്ങൾ കൽപ്പിക്കുന്നതിന് മുമ്പ് ദൈവം തമ്മിലെ പ്രമാണങ്ങളെ കുറിച്ച് അവരോട് പറയുക. നമുക്കറിയാം, ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗമാണ്. നമ്മൾ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ
ആമേൻ, ദൈവം പ്രസാദിക്കുന്നത് അതിന് ജീവിതം വിശുദ്ധമാകണം. അതിനാ താഴേന്ന് വരേണ്ടത്. ജീവിതം വിശുദ്ധമാകാനാണ്. ആമേൻ, 1 ശമൂവേൽ പുസ്തകം 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് പറയുന്നു. 1 ശമൂവേൽ 13-ന്റെ 8 മുതൽ 14 വരെ. രണ്ടാമത്തത് 2 ദിനവൃത്താന്തം 26-ന്റെ 16 നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത് മലാക്കി 1-ന്റെ 8, നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളതിനെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ശാപം വലിച്ചു വയ്ക്കും. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടത് പെർഫെക്റ്റ് ഉള്ളതിനെ ആയിരിക്കണം. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവയിൽപ്പെട്ട് തീർക്കേണ്ടത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം യാഗങ്ങൾ കൽപ്പിക്കുന്നതിന് അവൻ ചില പ്രമാണങ്ങളെ കൊടുത്തു. അതാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹോമയാഗങ്ങളെ കുറിച്ചും ഭോജനയാഗത്തെ 5 യാഗത്തെ കുറിച്ചും കൽപ്പിക്കുന്നതിന് മുമ്പായിട്ട്, ഇത് ആചരിക്കുന്നതിന് മുമ്പ്, ഈ യാഗങ്ങൾ നടത്തുന്നതിന് മുമ്പ് ചില പ്രമാണങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അത് ഒന്നാമത്തത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ബൈബിൾ പറയുന്നത് പോലെ ഏതു വിധേനയും അവനെ ആരാധിക്കാൻ നമുക്ക് കഴിയുകയില്ല. വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ, അതാണ് പഴയ നിയമത്തിൽ വ്യക്തമായി പ്രമാണങ്ങൾ കൊടുത്തു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സത്യ നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അതാ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്ന ആരാധന. നമ്മുടെ ആരാധന ദൈവം പ്രസാദകരമാകണമെങ്കിൽ നമ്മൾ എങ്ങനെയായി തീരണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരായി തീരണം. അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനല്ല, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ. അതിന്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ്, നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്നത്, ആമേൻ, അവിടെ നമുക്ക് കാണാൻ കഴിയും. യാഗങ്ങൾ ഏത് യാഗങ്ങൾ അർപ്പിക്കുന്നതിന് മുമ്പ് ഏത് വിധനെ അവനെ ആരാധിക്കാൻ കഴിയുകയില്ല. നമ്മൾ സൺഡേ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ, അല്ലേ, നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വരിക. ഒരു ഉദാഹരണം, സൺഡേ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, സ്തോത്രം, വന്ന് ആരാധിച്ചു പോകുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. മറിച്ച് കഴിഞ്ഞ 5-6 ദിവസത്തെ ആരാധന, പ്രൈസ് ദി ലോർഡ്, അല്ലേ, നമ്മുടെ ആത്മാവിന്റെ ആരാധന, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജീവിതം, ആമേൻ, നമ്മുടെ ആരാധനയ്ക്ക് പുറകിൽ കൊടുക്കണം. സൺഡേ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഒരു വേദോത്സവം എടുത്തോണ്ട് ഇനി പോരാനല്ല, മറിച്ച് ഈ കഴിഞ്ഞ 6 ദിവസങ്ങൾ ജീവിച്ച ജീവിതം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആ ജീവിതങ്ങൾ ആമേൻ പുറകിൽ കൊടുത്തുകൊണ്ട് വേണം. ആമേൻ, സ്തോത്രം, കഴിഞ്ഞ ആഴ്ച ജീവിച്ചത് ദൈവത്തിന് പ്രസാദകരമായിരുന്നെങ്കിൽ മറന്നു പോകരുത്. ശനിയാഴ്ച ഒരു പ്രാർത്ഥന നടത്തി ഞായറാഴ്ച ചെന്ന് ആരാധനയ്ക്ക് പോയി, ആമേൻ, സ്തോത്രം, തിരുവത്താഴമുണ്ടെങ്കിൽ അത് കഴിച്ചു പോകുന്നതല്ല ആരാധന. ആമേൻ, സ്തോത്രം, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതം ആരാധനയുടെ പുറകിൽ കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആമേൻ, സ്തോത്രം, ജീവിതം വിശുദ്ധമാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു ദിവസത്തെ 2 മണിക്കൂറത്തെ ആരാധനയല്ല ദൈവം പ്രസാദിക്കുന്നത്, മറിച്ച് എല്ലാ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ അവൻ എപ്രകാരമായിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ട് വേണം അവൻ ഈ സൺഡേയിൽ ആരാധനയ്ക്ക് കടന്നു വരുന്നെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അവിടെ ദൈവത്തിന്റെ മഹത്വം പ്രദർശിക്കുവാൻ തക്കവണ്ണം, കാണുവാൻ തക്കവണ്ണം നമുക്കിടയാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം, ജീവിച്ച ദൈവത്തിന് പ്രസാദകരമായിരുന്നെങ്കിൽ, ആമേൻ, കഴിഞ്ഞ 6 ദിവസം നമ്മൾ ജീവിച്ച ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരുന്നെങ്കിൽ ഇന്ന് നാം കൊടുക്കുന്ന ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ഇല്ലെങ്കിൽ വെറുതെ സ്തോത്രം പറയുന്നതേ ഉള്ളൂ. നമ്മളെ തന്നെ ശോധന ചെയ്യുവാനായിട്ടിടയാകണം. ആമേൻ, സ്തോത്രം, ബോധിച്ചതുപോലെ ആരാധിക്കേണ്ട ആരാധനയല്ല. ലേവ്യ പുസ്തകത്തിൽ വളരെ കർക്കശമായി ദൈവം തമ്പുരാൻ നിബന്ധനകൾ ഏർപ്പെടുത്തുമ്പോൾ പറയുന്നത് ആമേൻ വന്നുപോയി ആരാധിക്കുന്ന ആരാധനയല്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അകൃത്യയാഗം നടത്തി പാപയാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, കഴിഞ്ഞ 5 ദിവസവും കഴിഞ്ഞു പോയ ദിവസങ്ങളെ പുറകിൽ വെച്ചുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, എന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ, ആമേൻ, ആലോചനകൾ, നിരൂപണങ്ങൾ, മനോഭാവങ്ങൾ എന്റെ ദൈവത്തിന് പ്രസാദകരമായില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം കഴിക്കുന്ന ആരാധനയിൽ യാതൊരു ഫലവുമില്ല. അവൻ അതിനുവേണ്ടി ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ നമ്മളെ തന്നെ ശോധന ചെയ്ത് അവൻ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. കർത്താവ്, ഇന്ന ദിവസം ഇന്ന വാക്കിൽ എനിക്ക് തെറ്റിപ്പോയി, എന്റെ കുടുംബജീവിതത്തിൽ ഇന്ന ഭാഗത്ത് ഒരു തെറ്റ് വന്നുപോയി, എന്റെ ഇടപാടുകളിൽ ഇന്ന ഭാഗത്ത് ഒരു തെറ്റ് വന്നുപോയി എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ സൺഡേ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പുറകിലത്തെ ആ ദിവസങ്ങൾ അവൻ ദൈവത്തിന് പ്രസാദകരമായില്ലെന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ് ഈ പാപയാഗത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു സമാധാനം സ്ഥാപിക്കുവാൻ, ഒരു ഫെലോഷിപ്പ് സ്ഥാപിക്കുവാൻ ദൈവം ഇതിനെ നമുക്ക് കഴിയണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന.
Praise the Lord. Hallelujah. ഇല്ലെങ്കിൽ പൗലോസ് പറയുന്നത് അവൻ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ അവൻ നിങ്ങൾ ശിക്ഷാവധിയും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ആരാധന എന്ന് പറയുമ്പോൾ ഈ തിരുവത്താഴം മാത്രമല്ല, ഈ കടന്നു വരുന്ന ആരാധനയാ, തിരുവത്താഴം ആരാധനയാ, അതിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ഒരു ആരാധനയാ, നമ്മൾ ദൈവത്തിന് സ്തോത്രം കൊടുക്കുമ്പോൾ ഒരു ആരാധനയാ. ഈ ആരാധിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ ആരാധന കഴിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ. അത് കഴിയുന്നില്ല എങ്കിൽ തന്നെ താൻ ശോധന ചെയ്ത് അവൻ പാപയാഗത്തിൽ അവൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ശുദ്ധീകരണം പ്രാപിച്ച് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു സ്തോത്രം നാം പറയുന്നെങ്കിൽ ആ സ്തോത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഗം. അത് സ്വർഗത്തിലെത്തി അവൻ ദൈവത്തിന്റെ മഹത്വം താഴേക്ക് ഇറങ്ങി വരാനായിട്ട് ഇടയാകും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. Praise the Lord. Hallelujah. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭ പലപ്പോഴും ബലഹീനമായി പോകുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ദൈവസഭ ബലഹീനമാകുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആരെയും അന്യോന്യം കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. നമ്മളെ തന്നെ സഭയായി ദൈവസ്ഥ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഓരോ ദിവസവും കർത്താവ് വിളിച്ചു വേർതിരിച്ചത് വിളിക്കൊരു ആശയുണ്ട്. അവൻ ആ വിളിയുടെ ആശ മനസ്സിലാക്കി ദൈവമക്കളെ നാം ദൈവസന്നിധിയിൽ സമർപ്പണത്തോടു കൂടി ആയിരുന്നില്ല എങ്കിൽ അവന് വെറും കുഞ്ഞുകളെയല്ല. സൺഡേ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ ആരാധന കഴിക്കുന്നില്ല എങ്കിൽ അത് ശിക്ഷാവധിക്കും അത് ശാപത്തിനും ഇടയാകുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കണ്ടുണർന്നിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ അവൻ അകർത്തിയാകത്തിൽ നിന്ന് മോചിപ്പിച്ചുവെങ്കിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എഫെസ്യർ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എവിടെ നമ്മളെ വിളിച്ചു വേർതിരിച്ച് അകൃത്യങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വേർതിരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത് അവനോട് കൂടെ ഇരുത്തപ്പെട്ട നമ്മൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, അവന് സമാധാനത്തിൽ കൊണ്ടുവരുവാൻ, ഒരു ഫെലോഷിപ്പ് കൊണ്ടുവരുവാൻ താഴെ നിന്ന് നമ്മളൊന്ന് കയറി വരണം. കാരണം മുകളിൽ നിന്ന് അവൻ ചെയ്യാനുള്ളത് ചെയ്തു. അവന്റെ പുത്രനെ താഴേക്ക് ഇറക്കി. അവൻ സമ്പൂർണ്ണമായി കരിക്കപ്പെട്ടു, എരിക്കപ്പെട്ടു, തീയിലാകപ്പെട്ടു, ക്രൂശീകരിക്കപ്പെട്ടു. അവന്റെ ജീവിതം നമ്മൾ വരച്ചു കാണിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. താഴെ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ അകർത്തിയാഗം പ്രാപിച്ച ദൈവവൈതലേ, അവൻ സമാധാനം ലഭിക്കണമെങ്കിൽ സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും വ്യക്തി ജീവിതത്തിലും സമാധാനം പ്രാപിക്കുവാൻ, അവനുമായി ആചരിക്കുവാൻ പാപയാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും പല ദിവസങ്ങളിലും തിന്മ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വന്നു, നമ്മുടെ സംസാരത്തിൽ വന്നു, നമ്മുടെ ചിന്തയിൽ വന്നെങ്കിൽ അത് ഏറ്റുപറയേണ്ട സ്ഥലമായി ഈ യാഗപീഠം. പ്രൈസ് ദി ലോർഡ്. എന്തിനെന്നറിയാം? ദൈവം പ്രസാദിക്കുവാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നാം ജയിഞ്ഞാറ്റൊന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ ആമേൻ. സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ ദൈവസന്നിധി ശോധന ചെയ്തിട്ട് വേണം കഴിക്കുന്നതും കുടിക്കുന്നതും മാത്രമല്ല, അതിനത്തിൽ നിന്നൊരു സ്തോത്രയാഗം വരുമ്പോൾ ഇത് അർപ്പിക്കുന്ന സ്തോത്രയാഗമാ, സമാധാനയാഗമാ. ആ യാഗം അർപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് വേണം ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ. ഞാൻ ഇന്ന് ബന്ധപ്പെട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിന് പ്രസാദകമാകണമെങ്കിൽ കഴിഞ്ഞ 5 ദിവസത്തെയും 6 ദിവസത്തെയും പുറകിൽ നിർത്തിയിട്ട് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്, തന്നെ താൻ ശോധന ചെയ്യണം. നമുക്കെല്ലാവർക്കും എടുക്കാം മറ്റുള്ളവരെ ശോധന ചെയ്യാൻ. തന്നെത്താൻ ശോധന ചെയ്ത് വേണം. ആമേൻ. സ്തോത്രം. സ്ത്രീയുടെ ബ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ അതൊരു വേറൊരു ആമേൻ സ്തോത്രം ചിന്തയാ. നഷ്ടപ്പെട്ടപ്പോൾ അവൻ വിളക്ക് എടുത്ത് കത്തിച്ച് അടിച്ച് തൂത്തുവാരിയത് സ്വന്തം വീട്ടിലാ, അല്ലേ? ആമേൻ. ഇപ്പോഴത്തെ ലോകം അടിച്ചു വാരുന്നത് മറ്റേ വീട്ടിൽ പോയി നോക്കും. അവിടെ എന്തെങ്കിലും നമ്മുടെ 10 9 പോയാലും കുഴപ്പമില്ല, അവിടെ 1 പോയെങ്കിൽ അത് അടിച്ചു വാരാനായിട്ട് ഇല്ല. നമ്മുടെ വീട്ടിലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ദൈവങ്ങളെ ആരും അറിയുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കണമെന്ന് ആഗ്രഹിക്കുക. ദൈവം പറഞ്ഞിട്ടാ, അല്ല ആരും ചോദിച്ചിട്ടല്ല. മോശ പറഞ്ഞില്ല കർത്താവ് സാന്നിധ്യം കൂടെ വരണമെന്നേ പറയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഇല്ലല്ല മോശ, എനിക്ക് നിന്റെ കൂടെ ഒന്ന് വസിക്കണം. ഓ, എത്ര സ്നേഹവാനായ ദൈവമാണ്. ദൈവങ്ങളെ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ വസിക്കുന്നൊരു ദൈവമുണ്ട്.
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വർഷത്തിലൊരിക്കൽ മാസത്തിലൊരിക്കലൊക്കെ ഇവർ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവർക്ക് തുറന്നിട്ടിരിക്കുക പ്രാകാര. അതിവിശുദ്ധ സ്ഥലത്തോട്ട് കയറാൻ നിങ്ങൾക്ക് പ്രമാണമില്ല. അതിനു മുമ്പേ വന്നിട്ട് ആമേൻ സ്തോത്രം വസ്തു അർപ്പിച്ചതിന് ശേഷം പിന്നെ അകത്തോട്ട് പോയിട്ട് പുരോഹിതൻ വളരെ ഇതെല്ലാം വഹിച്ചുകൊണ്ട് അകത്തോട്ട് പോകുമ്പോൾ ഒരു കണ്ണാടി പോലെ ഒരു വെള്ളത്തിൽ തൊട്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലേ. ആ തൊട്ടിക്കകത്ത് അതിന്റെ അളവ് മാത്രം പറഞ്ഞിട്ടില്ല, തൊട്ടിയുടെ അളവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് നീള കടൽ പോലെ കിടക്കുകയാ. പക്ഷെ അത് നല്ല കണ്ണാടിയാ. ഈ പുരോഹിതൻ അകത്തോട്ട് പോകുമ്പോൾ എല്ലാം ശുദ്ധമായെങ്കിലും നിന്റെ എവിടെങ്കിലും ഒരു അശുദ്ധി ഉണ്ടെങ്കിൽ ഈ കണ്ണാടി നോക്കുമ്പോൾ വിശുദ്ധ ആ തൊട്ടിയിലല്ലേ. ആമേ പ്രാകാരത്തിനടുത്ത് ചെന്ന് ആമേ യാഗപീഠം കഴിഞ്ഞൊരു തൊട്ടി ഇരിപ്പുണ്ട്, അതിനകത്ത് വെള്ളം ഇരിപ്പുണ്ട്. ആ തൊട്ടി നോക്കുമ്പോൾ അറിയാം ആമേ എവിടെയെങ്കിലും അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് വെള്ളം കോരി എടുത്ത് അതിനെ ശുദ്ധീകരിച്ചിട്ട് വേണം അകത്തേക്ക് പുരോഹിതൻ കടക്കുവാൻ. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനമാകുന്ന ഈ തൊട്ടിക്കകത്ത് ആമേ പുതിയ നിയമസഭയെ ആമേ കണ്ണാടി പോലെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് അഴുക്കുണ്ടെങ്കിൽ വചനമാകുന്ന വെള്ളമെടുത്തൊന്ന് കഴുകിയിട്ട് വേണം ഈ വിശുദ്ധ ആരാധനയിലേക്ക് പങ്കെടുക്കുവാൻ. അവൻ വസിക്കുന്ന സ്ഥലത്ത് വന്ന് ആരാധിപ്പാൻ അവൻ നമുക്കൊരു യോഗ്യത തന്നെങ്കിൽ അവൻ സ്തോത്രം ആ വലിയ കർട്ടൻ അവൻ നെടുകെ കീറി അവൻ നിനക്ക് എന്റെ അടുക്കലേക്ക് വരാമെന്ന് പറഞ്ഞ് കൃപാസനം തുറന്നിട്ട് തന്നെങ്കിൽ അന്ന് ആ കൃപാസനം തുറന്നിട്ടിട്ടില്ലായിരുന്നു. എല്ലാവർക്കും പുരോഹിതന് മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ അവൻ സ്തോത്രം വചനമെന്ന ഒരു വലിയ കടൽ, വെള്ളക്കടൽ നമ്മുടെ മുമ്പിലുണ്ട്. ആ കണ്ണാടി ഒന്ന് നോക്കിയിട്ട് ശുദ്ധീകരണം പ്രാപിച്ച് കഴുകൽ പ്രാപിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് വരുവാൻ. അടുത്തത് ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മറ്റേ ആദ്യത്തെ രണ്ട് വാക്യം ലേവ്യ പുസ്തകം 1:2 വാക്യങ്ങൾ യാഗം കഴിക്കുന്നെങ്കിൽ നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചോദിക്കും, നിർബന്ധിക്കേണ്ട ആരാധിക്കുവരെ? ഭാര്യ ഭർത്താവിനെ നിർബന്ധിക്കുന്നു, കുഞ്ഞുങ്ങളെ നിർബന്ധിക്കുന്നു, ആമേസ്തോറും വചനൊക്കെ നിർബന്ധിച്ചു. പക്ഷെ ആരാധന കഴിക്കുമ്പോൾ വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ആരാധന വലിയ നിർബന്ധമൊന്നും ഇല്ല. കഴിക്കുന്നെങ്കിൽ ഇവിടെ പ്രത്യേകം പറയും, നിങ്ങൾ ആരാധന കഴിക്കുന്നെങ്കിൽ, യാഗം കഴിക്കുന്നെങ്കിൽ കന്നുകാലികളോ ആടോ ഊനമില്ലാത്തതിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കണം. രക്തച്ചൊരിച്ചിൽ ആവശ്യമാണ് അല്ലേ? അങ്ങനെയല്ലേ വായിച്ചത്? രക്തച്ചൊരിച്ചിൽ ആവശ്യമാണ്. ആദ്യത്തെ യാഗത്തിൽ രക്തച്ചൊരിച്ചിൽ ആവശ്യമാണ്. ആ രക്തച്ചൊരിച്ചിൽ അത് ആയതായിരിക്കണം, കന്നുകാലികളോ ആടോ ആയിരിക്കണം. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും വിധത്തിൽ രക്തം ചൊരിയാവില്ലേ? വേട്ടയാടി പിടിച്ചോണ്ടതിനെ കൊണ്ടുവന്ന പറയാം, എളുപ്പമല്ലേ? വേണ്ട, വേട്ടയാടാൻ നിനക്കൊക്കെ ഇഷ്ടം പോലെ കാട്ടിക്കൊണ്ടായിരിക്കും കൊണ്ടുവരാൻ. ദൈവഹിതമില്ലാത്തതൊന്നും എന്റെ സന്നിധിയിലോട്ട് കൊണ്ടുവരണ്ട. വീട്ടിൽ വളർത്തുന്ന, നീ പോറ്റി വളർത്തുന്ന അമേസ്തോത്രം ചില കന്നുകാലികളും ആടുകളും, ഇവയെ വേണം നീ കൊണ്ടുവരാൻ. പ്രൈസ് ദി ലോർഡ്. ആരാധന വീട്ടിൽ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. എളുപ്പമാ ഒന്നിനെ വേട്ടയാടി പിടിച്ചുകൊണ്ട് വരാൻ, വളരെ എളുപ്പമാ. അമ്മയെ മറക്കു പോകരുത്. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഒത്തിരി വേണേ കൊടുക്കാൻ തവനിയുണ്ട്. പക്ഷേ അമ്മ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, അമ്മയെ സ്തോത്രം ഊനമില്ലാത്തതായിരിക്കണം. നീ എവിടുന്നാ കൊണ്ടുവന്നെന്ന് ചിന്തിച്ചോണം. അത് അമ്മയെ ദൈവസ്ഥനിൽ അർപ്പിക്കുന്ന ഓരോ വഴിപാടും ഓരോ സ്തോത്രയാഗങ്ങളും നീ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഞാനും നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഊനമില്ലാത്തതും അവ വീട്ടിൽ വളർത്തിയതുമായിരിക്കണം. അതിന്റെ അർത്ഥം വീട്ടിൽ ചെലവിട്ടത് അവയെ ചെലവാക്കുവാൻ, ദൈവത്തെ ആരാധിക്കാൻ ഒരു ചെറുപ്പം ചെലവ് കൊടുത്തേ പറ്റുകയുള്ളൂ. ഒരു കന്നുകാലി ആടിനെ വളർത്തണമെങ്കിൽ ചില്ലറ കാര്യമില്ല. അവൻ അതിന് വില കൊടുത്തെങ്കിൽ മാത്രമേ ആരാധനയ്ക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വില കൊടുത്ത് കൊണ്ടുവരുന്നത് മതി എനിക്ക്, അല്ലാതെ ഓസിന് കിട്ടുന്നത് എനിക്ക് വേണ്ട. അവൻ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടത് കന്നുകാലികളും ആടുകളുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ദൈവമക്കളെ. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവ ആരാധന ഭവനത്തിലാണ് തുടങ്ങുന്നത്. ഭവനത്തിൽ നിന്ന് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. അമ്മയെ സ്തോത്രം. വല്ലോടും പോയി ആത്മാശക്തിയൊക്കെ പ്രാപിച്ചെന്ന് പറഞ്ഞേച്ച് അമ്മ വീട് എങ്ങനെയായി പോകട്ടെ, ഞാൻ ഇങ്ങനെ പോകുക, അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. വീട്ടിനകത്ത് ആരാധന തുടങ്ങണം. വീട്ടിനകത്ത് നിന്ന് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ നീ നല്ല ഹൃദയം തുറങ്ങി ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ അവിടെ ഒരു കന്നുകാലികളെ കൊണ്ടുവരത്തക്ക നിലയിൽ കുടുംബമായി ദൈവസന്നിധി കടന്നു വരത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പുതിയ ദൈവത്തിൽ എന്റെ കർത്താവ് മഹാക്ഷമയും ദീർഘക്ഷമയും കരുണയും വിശ്വസ്തതയുള്ളവനാ. നിന്റെ കണ്ണുനീരിനെ കണ്ട് മാറിപ്പോകുന്ന ദൈവമല്ല.
അതിന്റെ അർത്ഥം വീട്ടിൽ ആരും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും നീ കഴിക്കുന്ന ആരാധനയുമായിട്ട് വേണം ഇവിടേക്ക് കടന്നു വരാൻ. അതിന് സ്വല്പം പ്രയാസമാണ്, വില കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു വീട്ടിൽ വളർത്തുന്ന കന്നുകാലി ആടിനെ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അയ്യോ, ഇത്ര നാൾ നോക്കി വെച്ചതാ ഇങ്ങനെ പോകുന്നത്, അടുത്ത ക്രിസ്മസ് കൊടുത്തിട്ട് ഇത്രയും വിലയെങ്കിലും കിട്ടിയാലേ. അല്ല, എന്റെ ആട്ടിൻകുട്ടി കുഞ്ഞാടിനെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് അത്ര സ്നേഹമാണ്. ആ മേസ്തോത്രല്ലേലിയ, അതിൽ സ്വല്പം ഒരു ത്യാഗ മനോഭാവം നമുക്കുണ്ടായിരിക്കണം, സമർപ്പണം ഉണ്ടായിരിക്കണം. കന്നുകാലി ആടും വളർന്നു വരണമെങ്കിൽ സ്വല്പ സമയമെടുക്കും. ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് സ്വല്പ സമയമെടുത്ത് ധ്യാനിച്ച് അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ആമേസ്തോത്രം ദൈവത്തെ സ്തുതിച്ച് ആലയത്തിൽ വരുന്നതിന് മുമ്പ് ഭവനത്തിൽ ഒരു ആരാധന നീ സമയം ചെലവഴിച്ച് ദൈവസ്ഥന് ഇരുന്നേച്ച് വേണം ഇങ്ങോട്ട് വരാൻ. അല്ലാത്തത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് മനസ്സിലായോ? ഓടി അവിടെ ചെന്ന് മേളിലിരിക്കുന്ന ബൈബിൾ എടുത്തോണ്ട് ഓടി വന്നേച്ചു പോകാൻ ആമേസ്തോത്രം വേട്ടയാടി പിടിക്കുന്ന ഒന്നും എന്റെ കർത്താവിന് വേണ്ട. സമയം ചെലവഴിച്ച് ഹോമയാഗങ്ങൾ, ഈ 5 യാഗങ്ങളും അതാ പറയുന്നത്. യാഗങ്ങൾ ദൈവം കൽപ്പിക്കുന്നതിന് ചില പ്രമാണങ്ങൾ പറഞ്ഞു. 1, ആമേ, നീ കഴിക്കുന്നെങ്കിൽ ദൈവത്തിന് പ്രസാദമായത് കഴിക്കണം. നീ കൊണ്ടുവരുന്നതിന് പ്രസാദിക്കണം, നിന്നിന് പ്രസാദിക്കണം. ആമേ സ്തോത്രം. 2 പേര് യാഗം നടത്തിയില്ലേ? ആരൊക്കെയാ? ഹാബേലും കായീനും. പ്രൈസ് ദി ലോർഡ്. കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഒത്തിരി ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് അല്ലേ? വ്യാഖ്യാനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അവിടെ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഹാബേൽ യാഗം കഴിച്ചപ്പോൾ മറ്റവനൊന്ന് ക്ലിക്ക് ചെയ്തു, ഇനി എനിക്ക് കഴിക്കണമല്ലോ. നീ വല്ലവനും കണ്ട് കഴിക്കുന്നത് കണ്ടേച്ച് കഴിക്കുക, എന്നെ ആദ്യമേ തന്നതല്ലേ ഇതൊക്കെ, നീ അല്ലേ മൂത്തവൻ അല്ലേ? അങ്ങനല്ലേ? കായിനല്ലേ മൂത്ത ചേട്ടനല്ലേ? ഈ ചേട്ടന് നേരത്തെ കൊടുത്തതാ വിളവൊക്കെ, അവന് സമയമില്ലായിരുന്നു. ആരുടെ കണ്ടു? അനിയെ കൊടുക്കുന്ന കണ്ടപ്പോ ഇവനൊരു പൈസ കൊടുക്കേണ്ടത് തക്ക സമയത്ത് കൊടുക്കണം. അതിനൊക്കെ മാത്രം ഇന്റർപ്രിട്ടേഷനൊക്കെ നിങ്ങൾ എടുത്തോ, എനിക്ക് ആദ്യമേ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാൻ തക്കവണ്ണം നീ തായാണെങ്കിലും ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും തേങ്ങയാണെങ്കിലും ആടാണെങ്കിലും അവൻ നിന്നെ നല്ലതുപോലെ അറിഞ്ഞിട്ടാ എന്റെ കർത്താവ് ഹാബേലിനെ അനുഗ്രഹിച്ചേ. നീ കൊണ്ടുവരുന്ന യാഗത്തിലും നിന്നിലും പ്രസാദിക്കണം. ഇന്ന് കൊണ്ടുവരുന്ന യാഗത്തിൽ, ഈ സ്തോത്രം പറയുന്ന യാഗത്തിൽ, അതരത്തിൽ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന ഈ യാഗത്തിൽ എന്റെ മനോഭാവം നല്ലായിരിക്കണം, എന്റെ ആദരം ശുദ്ധമായിരിക്കണം, എന്റെ പ്രവർത്തികൾ ശുദ്ധമായിരിക്കണം. ഇതറിയുന്ന കർത്താവ് നമ്മളെ നോക്കി പറയുക, വേണ്ട വേണ്ട, അവൻ ഇത് സമർപ്പിക്കുന്നതിന് മുമ്പ് നീ നിന്നെ തന്നെ ശോധന ചെയ്ത് അവൻ ശുദ്ധീകരണം പ്രാപിച്ച് പാവയാഗത്തിൽ അവൻ നമസ്കരിച്ചുകൊണ്ട് വേണം എനിക്ക് വേണ്ടി സമാധാനത്തിനായിട്ട് നീ കടന്നു വന്ന് സ്തോത്രം പറയുവാൻ. അതാ 1ാമത്തെ കൽപ്പന. ശമൂവേലേ, നീ വലിയ വിദ്വാനൊക്കെ ശരിയാ, പക്ഷേ എല്ലാരും പോകുന്നെന്ന് വെച്ച് നീ വല്ലയിടത്തും കയറി ആരാധന കഴിക്കരുത്. നിനക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്, ഇത് പുരോഹിതൻ കഴിക്കേണ്ടതാണ്. ആളുകളെ നോക്കി പ്രസാദിപ്പിച്ച് കഴിക്കേണ്ട യാഗമല്ല ഇത് അല്ലേ? അവിടെ അല്ലേ പറയുന്നത്? അനുസരണത്തേക്കാൾ വേറൊന്നുമില്ല. നീ എന്തോ സമർപ്പിച്ചാലും ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട് വേണം ഈ യാഗം കഴിക്കുവാൻ. അനാക്കി പറയുക, ചത്തതിനെ ഒഴിഞ്ഞതിനെ മൂക്ക് പറ്റിയതിനെ ഒക്കെ കൊണ്ടുവന്നിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിച്ച് നീ ആരാധിക്കരുത്. എന്നാ അങ്ങോട്ട് ഇരിക്കട്ടെ, ഓടിച്ചെന്ന് അവിടെ പോയിരുന്ന് സോദരൻ പറഞ്ഞ് ഇച്ചിരി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. നോ 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 നോ, കന്നുകാലികളെ കൊണ്ടുവരണം, ആടുകളെ കൊണ്ടുവരണം. അടുത്ത പ്രമാണമല്ല, അത് വീട്ടിൽ വളർത്തുന്നതായിരിക്കണം. എവിടെന്നെങ്കിലും പിടിച്ചോണ്ട് വന്നേച്ച് സ്തോത്രം അല്ലെ തോന്നിയതുപോലെ സ്തോത്രം ഇസ്രായേൽ മക്കളോട്, നമ്മളോടല്ലേ പറയുന്നത്, ഞാൻ നിങ്ങളോടും അല്ല പറയുന്നത്, ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ വാക്കുക. അപ്പൊ അതുകൊണ്ട് എന്നെ അത് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമുക്കൊരു കാര്യം ചിന്തിക്കണം. സ്തോത്രം ഒരിക്കലും ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഇന്ന് ഇവിടുന്ന് പോകുന്ന സമയം മുതൽ അടുത്ത ആരാധനയ്ക്ക് വരുന്ന സമയം വരെ നമ്മുടെ പുറകിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം കുളിച്ച് വസ്ത്രമൊക്കെ ധരിച്ച് ബൈബിൾ എടുത്തോണ്ട് ഞായറാഴ്ച കടന്നു വരുന്നതിന് മുമ്പ് ഈ 5 ദിവസം നമ്മുടെ പുറകിൽ ഉണ്ടായിരിക്കണം. ആരോടൊക്കെ ഇടപെട്ടു, എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ മനോനിലൂടമക്കളാ, ഇതൊക്കെ എല്ലാവർക്കും അറിയത്തില്ല. തന്നെ ശോധന ചെയ്തു, ആരും അറിയുന്നില്ല. ഇവിടെ വന്നിച്ച് എന്റെ കർത്താവിനോട് പറയണം, കർത്താവ് ഇന്ന ദിവസം ഇന്ന സംഭവം ഇന്ന ജീവിതത്തിൽ എന്റെ സംഭവിച്ചു പോയി, നീയുമായി സമാധാനം നടത്തുവാൻ നീ താഴോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി വന്നെങ്കിൽ എന്റെ ജീവിതം മേലോട്ട് വരികയാ. അകത്യാഗം നടത്തി പാവയാഗം നടത്തി സമാധാനം തരുവാൻ കർത്താവെ ഞാൻ ഈ പാവയാഗത്തിൽ നിന്നുകൊണ്ട് അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത്, നീ കടന്നു വന്ന് ആരാധിക്കുന്ന
പ്രാപിക്കുന്നതിന് മുമ്പ് സഹോദരനോട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ചവറത്തി എനിക്ക് വേണ്ട, അവിടെ വെച്ചിട്ട് നീ അവിടെ നിരപ്പ് പ്രാപിച്ചിട്ട് വേണം ഇതെന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ. ഒരു സ്തോത്രയാഗം നടത്തുന്നതിന് മുമ്പ്, ഒരു സ്തോത്രം പറയുന്നതിന് മുമ്പ്, ഒന്ന് കൈകൊടുക്കുന്നതിന് മുമ്പ് കൈകൊടുപ്പിലല്ല, അതിനുപരിയായി അവിടെ വെച്ചിട്ട് അവനുമായി നിരപ്പ് പ്രാപിക്കണമെങ്കിൽ നിരപ്പ് പ്രാപിച്ചിട്ട് വേണം ഈ ആലയത്തിലേക്ക് വരാൻ. വിശുദ്ധമൊക്കെ നല്ലതാകട്ടെ. അത് നിർത്തിയത് നമ്മൾ ചില കാരണങ്ങളുണ്ട്. അതിനെപ്പറ്റി എന്തൊക്കെ വ്യാഖ്യാനം വന്നാലും എനിക്ക് പറയുന്നതേ ഉള്ളൂ, ഒരു കൈ കൊടുത്താലും വിശുദ്ധമനത്തെക്കാൾ നന്നാണ്. പക്ഷെ അത് എവിടുന്ന് വരണം? വിശുദ്ധ ഇത് ഇന്നലെ എന്റെ വീട്ടിൽ വന്നില്ലോടി എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കോട്ടയിൽ നിന്നല്ല അമ്മാമ്മയെ കെട്ടിപ്പിടിച്ച ബ്ലൗസ് തയ്ക്കുന്നത് എത്ര നാളായി, അതായത് ഇത്ര ഇല്ലല്ലോ. ആരാ വിശുദ്ധമന നിർത്തുക? ആ വിശുദ്ധമനത്തെക്കാളും ഉള്ളിൽ നിന്നൊരു സ്വോത്രം കർത്താവിനെ ദാസന് കൊടുക്കാമെങ്കിൽ അത് പ്രസാദിക്കുന്ന ദൈവം. ചുംബനം കൊടുക്കുന്ന ദൈവം പ്രസാദിക്കത്തെന്ന് പറഞ്ഞ് എത്രയോ ഞാൻ നിന്ന സഭകളിലൊക്കെ ഈ ഗോൾ സമയത്തൊക്കെ വെച്ചപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് അഭിപ്രായം വരിക. ഇല്ലില്ല, പറഞ്ഞതിന്റെ താല്പര്യം കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ഇതിനേക്കാൾ ശക്തമായി നമ്മുടെ ഹൃദയം ദൈവത്തിന് തുറന്നൊന്ന് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, ആമേൻ, മുഖത്ത് നോക്കി സ്തോത്രം പറയുമ്പോൾ ഉള്ളിൽ സൂത്രമില്ലാതെ സ്തോത്രം പറയാൻ കഴിയുന്നെങ്കിൽ അതാ ദൈവം ആഗ്രഹിക്കുന്നത്, അതാ ദൈവം പ്രസാദിക്കുന്ന വാക്കിൽ ഉപസ്മരിക്കുക. ഒന്ന്, ഹോമയാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. അത് ഊനമില്ലാത്തതായിരിക്കണം. 2, കന്നുകാലികളായിരിക്കണം. വീട്ടിൽ തന്നെ വളർത്തി വീട്ടിൽ കഴിക്കുന്ന ആരാധന, വീട്ടിൽ സമയം ചെലവഴിക്കുന്നത്, അവൻ ചെലവഴിച്ച് വേണം ആടിനെയും കാളയും വളർത്താൻ. അതിനെ കൊണ്ടുവന്ന് വേണം വീട്ടിൽ ധ്യാനിച്ച് ഓർത്ത് അവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവനെ വർണ്ണിച്ച് അവനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കഴിക്കുന്ന സ്തോത്രത്തിൽ എന്റെ ദൈവം പ്രസാദിക്കും. ചില സമയത്തിനായി സ്തോത്രം തന്നെ ആലോചനയ്ക്കായി സ്തുതിക്കുന്ന ദൈവങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങൾ ഇന്ന് കേട്ടത് ഒരു ബൈബിൾ ക്ലാസ് ആയിട്ട് കേട്ട് പോകണം. കർത്താവ് നിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണം. ഈ കടന്നു വന്ന ചുരുക്കം പേര് ഞങ്ങളെ പൂർണ്ണമായി ശോധന ചെയ്യും. എന്തെങ്കിലും കർത്താവെ ഞങ്ങൾ യാഗം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ ഇന്ന് പകൽ നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. പുറമെ ഉള്ളതിൽ നീ പ്രസാദിക്കത്തില്ല, പുറമെ കൊടുക്കുന്നതിൽ നീ പ്രസാദിക്കുന്നില്ല. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ഹൃദയങ്ങൾ നഗ്നവും മലർന്നതുമായി നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആബേലിനെ കുറിച്ചും കായീനെ കുറിച്ചും പലവിധമായ വ്യാഖ്യാനങ്ങളും പല ചിന്തകളും കടന്നു വരുന്നെങ്കിലും അവരുടെ ഹൃദയത്തെ കീറി മുറിച്ച് അറിഞ്ഞൊരു കർത്താവ് അവനെ പ്രസാദിച്ചതിന് ദൈവത്തിന് കാരണമുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ യാഗത്തെ പ്രസാദിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കഴിവുള്ളവരല്ല കർത്താവ്, ഞങ്ങളത് വിശുദ്ധരല്ല. ഇന്നത്തെ പകൽക്കാലം നിങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയൊക്കെ തരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.